വാർത്തകളിലേക്ക് എത്താം. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കാഞ്ഞിരക്കുളം ബൈപ്പാസിൽ താൽക്കാലിക നടപ്പാതം തകർന്ന് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. പുൽക്കൂട് പ്രദർശനത്തിനിടെയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിലൊരു പുൽക്കൂട് പ്രദർശനത്തിനിടെ ഒരു മേൽപ്പാലം തകർന്ന് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആർക്കെങ്കിലും അപകടത്തിൽ സാരമായ പരിക്കുകൾ ഏറ്റതായി അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ടോ? വിദ്യ, ഈ അപകടത്തിൽ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാഞ്ഞിരക്കുളം പൂവാർ ബൈപ്പാസിന് സമീപം ഒരു പുൽക്കൂട് പ്രദർശനം നടന്നു വരുന്നുണ്ട് നിലവിൽ. ഈ പ്രദർശനത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു താൽക്കാലിക നടപ്പാലം തകർന്നതാണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നടപ്പാലത്തിന് മുകളിൽ നിരവധി ആളുകൾ കയറി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ താൽക്കാലിക നടപ്പാലം തകർന്നു വീഴുന്നത്. ഈ പരിക്കേറ്റ ആളുകൾക്ക് ചിലർക്ക് കൈക്കും കാലിനും ഒക്കെ ചതവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പരിക്ക് ഗുരുതരം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റ ആളുകളെ നിലവിൽ ഇപ്പോൾ കാഞ്ഞിരക്കുളം PHC-യിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. ചിലർ അവരുടേതായ നിലയിലും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഇവരുടെ പരിക്കുകളൊന്നും തന്നെ സാരമുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യ. ശരി കമലേഷ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം ബൈപ്പാസിൽ താൽക്കാലിക പാലം തകർന്ന് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. പുൽക്കൂട് പ്രദർശനത്തിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സാരമായ പരിക്കുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവരങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാടാണ്.